നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങൾ കേന്ദ്രമായി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെല്ലാം എത്തിയ കുടിയേറ്റക്കാരായ പുരുഷന്മാർ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഉണ്ടാക്കി അതിന്റെ മറവിൽ ബ്രിട്ടീഷുകാരികളായ കൊച്ചു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു എന്ന വാർത്ത മുൻപ് വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. ഭരണകൂടത്തിന്റെയും നിയമപാലകരുടെയും ഒക്കെ ഒത്താശയോടെ പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരുന്ന ക്രൂരമായ ലൈംഗിക വേട്ടകളെ കുറിച്ചുള്ള നടുക്കുന്ന വിവരങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വരികയും ആ ക്രൂരന്മാരായ ലൈംഗിക വേട്ടക്കാരിൽ പലരും ജയിലിലാവുകയും ചെയ്തു. എന്നാൽ അത്തരത്തിലുള്ള ലൈംഗിക ഭീകരതകൾ ബ്രിട്ടനിൽ പലയിടത്തും അരങ്ങേറുന്നുണ്ട് എന്ന വിവരങ്ങൾ പിന്നാലെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ റൂബർട്ട് ലോവാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ നടുക്കുന്ന വിധത്തിൽ ബ്രിട്ടനിലെ പെൺകുരുന്നുകളെ ലൈംഗികമായി പിച്ച് ചീന്തുന്ന പാകിസ്ഥാൻ കുടിയേറ്റക്കാരായ ഭീകര സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടൻ കേന്ദ്രമായി ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ മറവിൽ കാലങ്ങളായി നടമാടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ലൈംഗിക വേട്ടകളെ കുറിച്ച് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിവുള്ളതാണ് എങ്കിലും അത് പരസ്യമായി പ്രസ്താവിക്കുവാൻ പലരും മടിച്ച സ്ഥാനത്താണ് റൂബർട്ട് ലോബ് ശക്തമായി എഴുന്നേറ്റത്. I was held down by the men as they each took turns to orally and vaginally rape me, taking it in turns to pin down my arms and my legs. When the assault ended, the men hit me repeatedly, threatened to find me, kill me, and harmed my loved ones if I ever told anybody what had happened. Another. Comments were constantly made suggesting that white girls, the Christian girls, were viewed as having fewer morals or lower values, whereas Muslim girls were described by some of the men as having dignity and higher moral standing. These comparisons were used to justify the way I was treated and to further humiliate and control me. ബ്രിട്ടനിൽ കാലങ്ങളായി നടന്നു പോരുന്നതും 2018 കാലഘട്ടത്തിൽ കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ടതുമായ ഇത്തരം കുടിയേറ്റക്കാരുടെ ലൈംഗിക ഭീകരതകളെ കുറിച്ച് മുൻപ് പാർലമെന്റിൽ അടിയന്തര പ്രമേയങ്ങളും മാധ്യമങ്ങളിൽ ചർച്ചകളും നടന്നിട്ടുണ്ട് എങ്കിലും അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന കാഴ്ചകളാണ് കണ്ടത്. എന്നാൽ റൂബർട്ട് ലോബ ആരുടെയും സഹായമില്ലാതെ സ്വമേധയാ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങൾ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടനെ കാർന്നു തിന്നുന്ന വിധത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റ പുരുഷന്മാർ നേതൃത്വം കൊടുക്കുന്ന മാരകമായ ലൈംഗിക വേട്ടയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അതിജീവിതകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റൂബർട്ട് പാർലമെന്റിൽ സംസാരിച്ചത്. കച്ചവടത്തിന്റെയും ടാക്സികളുടെയും മറവിലാണ് പതിറ്റാണ്ടുകളായി ഈ ലൈംഗിക ക്രൂരകൃത്യങ്ങൾ അരങ്ങേറിയത്. വോട്ട് ബാങ്കിനെയും ന്യൂനപക്ഷ അധിക്ഷേപം എന്ന പ്രതിസന്ധികളെയും ഭയന്ന് അധികാരികൾ നിഷ്ക്രിയരായതാണ് ഈ സംഘങ്ങൾക്ക് സഹായകമായത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ലോബ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ബ്രിട്ടീഷ് പെൺകുഞ്ഞുങ്ങളെ ഡേ കെയർ സെന്ററുകളിൽ നിന്നും മറ്റും തട്ടിക്കൊണ്ടുവന്ന് ലൈംഗികമായി പിച്ച് ചീന്താൻ വേണ്ടി കുറച്ചുനാൾ വളർത്തുകയും ഏകദേശം 10 വയസ്സോളം പ്രായമാകുമ്പോൾ അവരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും മർദ്ദിക്കുകയും വിൽക്കുകയും കൊല്ലുകയും ചെയ്ത ക്രൂരകൃത്യത്തിന് മുൻ വർഷങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടത് പാക് അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായിരുന്നു. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ റോദർഹാം, റോച്ച്ഡെയിൽ, ടെൽഫോർഡ് തുടങ്ങിയ നഗരങ്ങളിൽ 1980 മുതൽ 2020 വരെയുള്ള 4 പതിറ്റാണ്ടുകളായി മാനവകുലത്തിനും ആഗോള സ്ത്രീ സമൂഹത്തിനുമെതിരായി നടമാടിയ ഈ മാരക തിന്മ ഇവർ പെൺകുരുന്നുകളുടെ മേൽ പ്രയോഗിക്കുകയായിരുന്നു. മാരകമായ ഈ ചൂഷണ നടപടികൾ തുടങ്ങിയ 10 വർഷത്തിന് ശേഷം 90കളുടെ തുടക്കത്തിൽ കെയർ ഹോം മാനേജർമാർ തങ്ങളുടെ സംരക്ഷണത്തിലുള്ള കുട്ടികളെ ടാക്സി ഡ്രൈവർമാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന പരാതികൾ അന്വേഷിച്ചപ്പോഴാണ് ദുരുപയോഗത്തിന്റെ തെളിവുകൾ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു കുടുംബത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള നടുക്കുന്ന വിവരങ്ങളാണ് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പുറത്തു വന്നത്. 2010 12 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് 5 പാകിസ്ഥാൻ കുടിയേറ്റ പുരുഷന്മാർ ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഭീകരമായ ഈ ലൈംഗിക ചൂഷണം ചുരുളഴിയുന്നത്. ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് പാകിസ്ഥാൻ കുടിയേറ്റക്കാർ. അതിനാൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാട്ട ഈ മനുഷ്യ മൃഗങ്ങൾക്ക് നേരെ കണ്ണടച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ട പരമഗതികേടാണ് ബ്രിട്ടന്റെ മേൽ വന്നു ഭവിച്ചത്. അതുകൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാനി ഗ്രൂമിംഗ് സംഘങ്ങൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാതെ ഭരണവർഗത്തിന്റെ ഒത്താശയോടെ UK-യിലെ പോലീസ് ബോധപൂർവം മറച്ചുവെക്കുകയായിരുന്നു. എന്നാൽ 2018 ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് ലോർഡ്സ് കൂടിയിരിക്കുമ്പോൾ UK ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ നേതാവും
വ്യവസായിയുമായ ലോർഡ് മാൽക്കം പിയേഴ്സൺ ബ്രിട്ടനിലെ കൊച്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തുന്ന ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നരാധമന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ സഭയാകെ സ്തംഭിച്ചു പോവുകയായിരുന്നു. വാസ്തവത്തിൽ റൂബർട്ട് ലോവിന് മുൻപ് ഇക്കാര്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് മാൽക്കം പിയേഴ്സൺ മാത്രമായിരുന്നു. My Lords, I fear that reply is shamefully inadequate, because these girls are usually raped several times a day. And so if we accept the views of our lead police officer for child protection, of Rotherham's MP, and of the recent Jay and Quilliam reports, we seem to be looking at millions of rapes of white and Sikh girls by Muslim men, only 222 of whom have been convicted since 2005. So, my Lords, will the government ask our Muslim leaders whether the perpetrators can claim that their behaviour is sanctioned in the Quran and to issue a fatwa against it? 1997 2013 ഇടയിൽ റോദർഹാമിൽ ഏകദേശം 1400 കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും പ്രതികൾ മുഴുവൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായ പുരുഷന്മാരാണ് എന്നുമുള്ള മാൽക്കം പിയേഴ്സന്റെ ആ വാക്കുകൾ കേട്ട സഭ ചില നിമിഷങ്ങളിലേക്ക് സ്തബ്ധമായി ഇരുന്നുപോയി. കാരണം തങ്ങളുടെ രാജ്യത്ത് മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് നല്ല കുടുംബിനികളായി മൂല്യമുള്ള വ്യക്തികളായി സമൂഹത്തിൽ ജീവിക്കേണ്ട പെൺകുട്ടികൾ നന്നേ ചെറുപ്രായത്തിൽ തന്നെ കാമഭ്രാന്തന്മാരായ പിശാചുക്കളുടെ ജഡാസക്തികൾക്കിരയായി ഇഞ്ചിഞ്ചായി നശിച്ചു എന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പുകൾപ്പെട്ട ബ്രിട്ടന്റെ തലയിൽ വന്നു വീണ കനത്ത ദുരന്തവും അപമാനവും തന്നെയായിരുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വംശജരായ പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂമിംഗ് സംഘം ദുർബലരായ വെള്ളക്കാരി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന വിഷയം ആദ്യം വ്യാപകമായി അറിയപ്പെട്ടത് UK നഗരങ്ങളായ റോദർഹാം, റോച്ച്ഡെയിൽ, ടെൽഫോർഡ് എന്നിവിടങ്ങളിലായിരുന്നു. ഈ കേസിൽ നിരവധി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പുരുഷന്മാർ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് ഇവർ കരുതിയിരുന്നപ്പോഴാണ് ഗ്രൂമിംഗ് സംഘങ്ങളുടെ ലൈംഗിക വേട്ടയെക്കുറിച്ച് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചൂടേറിയ സംവാദം നടന്നത്. എക്സ് സോഷ്യൽ മീഡിയയെ യുദ്ധക്കളമാക്കി മാറ്റിയ ആ ചർച്ചയിൽ മാധ്യമരാജാവും ശതകോടീശ്വരനുമായ എലോൺ മസ്കും ബ്രിട്ടീഷ് എഴുത്തുകാരിയായ JK റൗളും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലിസ്ട്രസും UK-യിലെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലേബർ സർക്കാർ കാട്ടിയ അലംഭാവത്തെയും സ്റ്റാർമർ സർക്കാരിനെയും ബ്രിട്ടീഷ് പെൺകുട്ടികളെ മാലിന്യങ്ങളെന്നും വേശ്യകളെന്നും വിശേഷിപ്പിക്കുകയും ക്രൈസ്തവ പശ്ചാത്തലമുള്ള വെള്ളക്കാരായ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ച ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ അഴിച്ചുവിട്ട് കയ്യും കെട്ടി നോക്കി നിന്ന ലേബർ ഭരണകൂടങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ആ ചർച്ചകളെല്ലാം നടന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങളെ അഴിഞ്ഞാടാൻ അനുവദിച്ച ലേബർ പാർട്ടിക്കും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിശിതമായ വിമർശനമായിരുന്നു അന്ന് മസ്ക് കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ അധികാരം കൈയാളിയിരുന്നവരെല്ലാം ഗ്രൂമിംഗ് ലൈംഗിക ചൂഷണ കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടവരും അതിന് ജയിലിൽ കഴിയേണ്ടവരുമായിരുന്നു എന്നും, എന്നാൽ ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ അനുമതി ആവശ്യമായിരുന്നുവെന്നും പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ബലാത്സംഗ സംഘങ്ങൾക്ക് അനുവാദം നൽകുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച 2008-2013 കാലഘട്ടത്തിൽ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ തലവൻ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആയിരുന്നുവെന്നുമുള്ള മസ്കിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ തരിച്ചിരിക്കുകയായിരുന്നു. ലോവിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ മുൻപത്തെ വെളിപ്പെടുത്തലുകളുമായി സാമ്യമുള്ളതാണ് എങ്കിലും ഇവിടെ ആ ഭീകര പ്രതിസന്ധിയിൽ നിന്ന് സർവൈവായ കുറെ പെൺകുട്ടികളുടെ മൊഴികൾ ചേർത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ആരെയും അമ്പരപ്പിക്കാൻ പോകുന്നതാണ്. കൊച്ചു പെൺകുട്ടികളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗത്തിനുള്ളിൽ മദ്യക്കുപ്പി കടത്തുകയും അങ്ങേയറ്റം ക്രൂരമായി അത് പൊട്ടിക്കുകയും പെൺകുഞ്ഞുങ്ങളെ മൃഗങ്ങളെ പോലെ പട്ടിക്കൂട്ടിൽ അടച്ചിടുകയും 3 വർഷത്തിനിടയിൽ 600-നും 700-നും ഇടയിൽ ആളുകൾ ചേർന്ന് തുടർച്ചയായി ലൈംഗിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയും നായ്ക്കളുമായി ലൈംഗിക ബന്ധത്തിന് പന്തയം വയ്ക്കുകയും നായ്ക്കളെ കൊണ്ട് പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യിക്കുകയും ചെയ്തത് അടക്കമുള്ള ക്രൂരതകളാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് പോലും ഈ മൃഗങ്ങൾക്കൊപ്പം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ രംഗത്തിറങ്ങി എന്ന നടുക്കുന്ന വിവരവും പുറത്ത് വന്നിട്ടുണ്ട്. UAE-യിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് അറബ് രാഷ്ട്ര തന്ത്രജ്ഞനും എഴുത്തുകാരനുമായ അംജദ് താവ മുൻപ് ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇസ്ലാമിക തീവ്രവാദികൾ ബ്രിട്ടനിൽ ഉണ്ട് എന്നായിരുന്നു. താഹയുടെ ആ വെളിപ്പെടുത്തലിന്റെ അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് റൂബർട്ട് ലോവയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടനിലെ 85ഓളം മേഖലകളിൽ പാകിസ്ഥാൻ മാഫിയയുടെ വേരുകൾ ആണ്ടിറങ്ങിയിരിക്കുകയാണ് എന്നും
ബ്രിട്ടനിലെ 85ഓളം പ്രദേശങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള സംഘടിത കുറ്റകൃത്യ ശൃംഖല സജീവമാണ് എന്നുമുള്ള മുന്നറിയിപ്പുകൾ ഒരിക്കൽ കൂടി വെള്ളക്കാരുടെ ചർച്ചാവേദികളിലേക്ക് എത്തുമ്പോൾ അസ്തിത്വ ബോധത്തെക്കുറിച്ച് ആഴത്തിലുള്ള തിരിച്ചറിവുകൾ വെള്ളക്കാരായ മനുഷ്യരിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വികലമാക്കപ്പെടുകയും ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്നത് ബ്രിട്ടനിലെ യാഥാസ്ഥിതിക വിശ്വാസമായ ക്രൈസ്തവീകത കൂടിയാണ്. പീഡനത്തിനിടെ ഇരയുടെ ക്രിസ്തീയ വിശ്വാസത്തെ പരിഹസിക്കുന്ന തരത്തിൽ വേട്ടക്കാർ നടത്തിയ നീക്കങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും എടുത്തു പറയത്തക്കതാണ്. ഒരു പെൺകുട്ടി പറഞ്ഞത്, ക്രൈസ്തവീകതയെയും വിശ്വാസത്തെയും ഹീനമായി പരിഹസിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവം നിങ്ങളെ കൈവിട്ട് ഓടിപ്പോയി എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു പീഡനം എന്നാണ്. ജനാധിപത്യത്തിന്റെയും ലിബറലിസത്തിന്റെയും പേരിൽ ബ്രിട്ടനിലേക്ക് ചേക്കേറിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരിൽ റാഡിക്കലൈസ്ഡ് മനോഭാവമുള്ളവർ ചെയ്തു കൂട്ടിയ ഈ ക്രൂര പ്രവൃത്തികൾ മാത്രമല്ല ഉള്ളത്, ബ്രിട്ടന്റെ സംസ്കാരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നത് കൂടിയാണ്. കൗതുകം നിറഞ്ഞു നിൽക്കുന്ന കൗമാരപ്രായത്തിൽ കൊച്ചു പെൺകുട്ടികളുടെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കുന്ന തരത്തിൽ പ്രണയത്തിന്റെ ചക്രവർത്തമാനങ്ങളുമായി സുന്ദരഭാവങ്ങളുടെ മുഖംമൂടി വെച്ച് ഇത്തരം ചെന്നായ്ക്കൾ വരുമ്പോൾ തിരിച്ചറിവില്ലാത്ത പെൺകുട്ടികൾ പലരും അതിൽ വശംവദരായി പോയി. ഈ ഭീകര തിന്മ ഹോളണ്ടിൽ അറിയപ്പെടുന്നത് ലവർ ബോയ്സ് എന്നാണ്. അനേകം പെൺമക്കളുടെ ജീവിതം താറുമാറാക്കിയ ഈ മാരക തിന്മയെ ഏത് രാജ്യത്തും കരുതിയിരിക്കുക തന്നെ വേണം. രാജ്യം കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ പോകുന്നുവെന്നും അതിനായി അനിവാര്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നുമുള്ള വ്യക്തമാക്കുന്ന ബുദ്ധിയുപദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്തയിടെയാണ് തെലങ്കാനയിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പെട്രോളും ഡീസലും ഒക്കെ ജനങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും ഇന്ധന ചെലവ് പരമാവധി കുറയ്ക്കണമെന്നതുമടക്കം 9ഓളം പ്രായോഗിക നിർദ്ദേശങ്ങളായിരുന്നു അന്ന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇന്ത്യ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് നിബന്ധിക്കാൻ പോകുന്നുവെന്നുള്ള മുന്നറിയിപ്പിന് മുഖ്യ കാരണമായി പ്രധാനമന്ത്രി പറഞ്ഞത് പശ്ചിമേഷ്യയിൽ ഇപ്പോഴും അയവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ പ്രതിസന്ധി തന്നെയായിരുന്നു. യുദ്ധങ്ങളിൽ ഇന്ത്യ നേരിട്ടോ അല്ലാതെയോ ഭാഗവാക്കുകൾ ആകാത്തിടത്തോളം കാലം അത് നമ്മളെ എങ്ങനെ ബാധിക്കാനാണ് എന്നുള്ള ലാഘവ ബുദ്ധിയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാനിൽ നടക്കുന്ന യുദ്ധം ശരാശരി മലയാളിയുടെ അടുക്കളയിൽ പോലും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് കാര്യങ്ങളുടെ ഗൗരവം ഓരോരുത്തർക്കും മനസ്സിലായത്. ചർച്ചകൾ തുടരവേ ഉടനടി അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധം അടുത്തെങ്ങും അവസാനിക്കില്ല എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുവൈറ്റിനെതിരെ പുതിയ ആക്രമണങ്ങൾ തുടങ്ങിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിച്ചിരിക്കുന്ന കാഴ്ചകളാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്നത്. നിലവിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ അന്താരാഷ്ട്ര നിരീക്ഷകനായ അഭിലാഷ് ജി രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ്. ശമ്പളത്തിനും പെൻഷനും വേണ്ടി വരുമാനത്തിന്റെ 77% നമ്മൾ ചെലവാക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന സിവിൽ സർവൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക, എക്സ്റ്റോർഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ലക്ഷങ്ങൾ പെൻഷനുകൾ ഇവിടെ ചെറുപ്പക്കാർക്ക് അവർക്ക് ബേസിക് ആയിട്ടുള്ള അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ വലിയ സൗകര്യങ്ങളും ആഡംബരങ്ങളും ജീവിക്കുമ്പോൾ ഇത് തന്നെയാണ് സാമൂഹികമായിട്ടുള്ള ബാലൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ജനങ്ങളും സർക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എവിടെയൊക്കെ ചെലവ് ചുരുക്കാമോ അവിടെയെല്ലാം ചെലവ് ചുരുക്കി തെളിയിക്കണം. ഇപ്പോൾ തന്നെ മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെയുള്ളവരോടുള്ള നമുക്കൊരു ചോദ്യം ചോദിക്കാണ് ജനങ്ങൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തിലും പെൻഷനിലും കുറവ് വരുത്താൻ തയ്യാറാവുന്നില്ല ഈ കാലയളവിൽ? ഈ ചോദ്യത്തിന് അവരാരും ഉത്തരം പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ പുറത്തേക്ക് മാത്രമാണ്, ജനങ്ങളുടെ ചുമലിലേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾ ഭരിക്കുന്നവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ജനങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും വാങ്ങുന്നത് ഉൾപ്പെടെ സ്വയം തയ്യാറാവണം. അത്രയ്ക്കൊരു സിറ്റുവേഷനിലേക്കല്ലേ നമ്മൾ പോകുന്നത്. കലാപക്കെടുതികളുടെ വറുതികളാൽ ജനം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നതിനിടയിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന വിവരം നിസാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണ് എന്ന പതിവ് പല്ലവികൾക്കപ്പുറത്ത് സർക്കാരിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം കേരള സർക്കാർ പുറത്ത് ഇറക്കുകയും ചെയ്തതോടെ ജനം കനത്ത ആശങ്കയിലാണ്. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര ധനകാര്യ പ്രതിസന്ധിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ ധനകാര്യ ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ച് വെളിപ്പെടുത്തിയത് 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ ബാധ്യത എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാകുന്നതായും ധനകാര്യമന്ത്രി കൂടിയായ സതീശൻ വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവെന്നും ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് എന്നും 2025 262 ദിവസം സർക്കാരിന്റെ ദിവസേനയുള്ള വരവ് ചെലവ് വ്യത്യാസം നികത്താൻ റിസർവ് ബാങ്ക് നൽകുന്ന താൽക്കാലിക വായ്പയെയും
84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിച്ചുവെന്നും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് പുതിയ സർക്കാരിന് എന്നും ഇടത് സർക്കാരിന്റെ വെള്ളാന കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലാണെന്നും പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞുവെന്നും സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഇടത്തരക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള സൂചനകളാണ്. അതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ഡോക്ടർ സിബിച്ചൻ ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക അവസ്ഥ, പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, അല്ലെ? ആ ഇടത്തരം കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കളകളെ ബാധിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്. അടുക്കളകളെ ബാധിക്കുക എന്നുള്ളത് വളരെ ശരാശരി ഒരു മലയാളിയുടെ ശീലങ്ങളെ പോലും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലയാളി ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ചായയുടെ വില ഇന്ന് 20ലേക്കും 25ലേക്കും പോയി എന്നുള്ളതാണ് നടക്കുന്നത്. 77% ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പോകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ ഈ 3 സെക്ടറിലേക്ക് മാത്രമാണെന്ന് വരുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഒരു നേർക്കാഴ്ചയായിട്ട് വേണം നമ്മൾ ഈ ഇതിനെ കാണാനായിട്ട്. ഇതിനെ ഒരു രാഷ്ട്രീയം, കേവലമായ ഒരു രാഷ്ട്രീയത്തിന്റെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒക്കെ ആ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രോഗ്രസീവായ ഒരു സംസ്ഥാനത്തിന്റെ വരും കാലങ്ങളിലേക്കുള്ള വളർച്ചയെ മുൻനിർത്തിയുള്ള ഒരു ചില സൂചികകളായിട്ട് നമ്മൾ ഇതിനെ കാണാൻ സാധിച്ചാൽ വല്ലാതെ കണ്ട് വലിയ എന്താ പറയാ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹം ഉൾക്കൊള്ളേണ്ടി വരും എന്ന് പറയും. എല്ലാറ്റിന്റെയും പരിണത ഫലമായി കനത്ത നികുതി ഒടുക്കിക്കൊണ്ട് ജനങ്ങൾ തന്നെ അതിന് പരിഹാരം വരുത്തേണ്ട ഗതികേടാണ് ഇപ്പോൾ മുന്നിലുള്ളത്. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി മെച്ചപ്പെടാൻ ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആകില്ല എന്നുമുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത്. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.